Can you hear me calling out your name? Let me run to you and escape this place. Stop time, rewind, bring me back to you. I would give my heart if you only knew. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നപ്പോൾ ഒരു യാത്ര പോവുകയാണ്. സോ യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ ബർമിംഗം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് പോവുകയാണ്. അവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് മാളുകളും കുറച്ച് ഷോപ്പൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ നല്ലൊരു കിടിലം വീഡിയോ ആയിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ട്രെയിൻ കയറിയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ എടുക്കത്തുള്ളൂ. സോ നമുക്ക് ട്രാവലിങ്ങിൻ്റെ ആ ഒരു കാഴ്ചകളിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. മൂവ് ചെയ്യുക. ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താ പോയിക്കൊണ്ടിരിക്കുക. ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇത് ബ്രോ ഷോപ്പ് ചെയ്യണ്ടേ? ഷോപ്പിംഗ് അല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണിക്കുക. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബർമിംഗം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മൾ വന്ന ട്രെയിൻ. ഈ ബാക്കിൽ കാണുന്ന ബ്ലൂ. ഇനി നമ്മൾ സിറ്റി സെൻറ്ററിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ എസ്കലേറ്റർ വർക്കിംഗ് അല്ല ഗൈസ്. ആ എസ്കലേറ്റർ വർക്കിംഗ് അല്ലായിരുന്നു, അത് ഫുൾ കയറേണ്ടി വന്നു. ഇതിപ്പം ബർമിംഗം ന്യൂ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത്. സോ ഗൈസ്, നമുക്ക് ടിക്കറ്റ് മൊബൈലിലുണ്ട്. ഇത് കാണിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ബർമിംഗം ബുള്ളെന്ന് പറയുന്നൊരു സംഭവം, ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. തന്നെ ഈ കാണുന്ന ബുള്ള്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. നമ്മളിപ്പോൾ വന്നിറങ്ങിയ ഇവിടെ ഫുൾ ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇവിടുന്ന് വേണേൽ നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങാം. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയയാണ്. ഇവിടെ തന്നെ ഫുഡ് കോർട്ടും സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഷോപ്സും ഉണ്ട്. സോ ഗൈസ്, നമുക്ക് പോവേണ്ടത് ഇനി ആ മോളിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ എക്സിറ്റ് അടിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ കണ്ട എയർപോർട്ട് പോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഒരു ആപ്പിൾ സ്റ്റോർ ഉണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ ഫ്രണ്ട് കവിൻ നിൽക്കുന്നത്. സോ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ ട്രാം സർവീസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. കണ്ടോ, റോഡിൽ റെയിൽ. സോ ഈ റോഡിൽ കൂടെ ട്രാം സർവീസ് ഉണ്ട്. ഓ, there is a DJ showroom bro. DJ showroom bro, they are near to the Apple showroom. Okay, ഇനി ഫോട്ടോ എടുക്കുക ഗൈസ്. ഇവിടെ ഒരു DJയുടെ ഷോറൂം ഉണ്ട്. DJ എന്ന് വെച്ചാൽ എൻ്റെ ഈ ക്യാമറയുടെ ഷോറൂം ഉണ്ട്. ഇത് അവിടെയാണ്. ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് ഗൈസ് ഈ ഒരു ഏരിയയിൽ. ബർമിംഗം ന്യൂ സ്ട്രീറ്റ് ഏരിയയാണ്. ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് രണ്ട് സൈഡിലും. അത് DJയുടെ ഷോറൂമാണ്. നിങ്ങൾ ആ സ്ട്രൈറ്റ് കാണുന്നത്. ഇവിടുത്തെ ട്രാം വരുന്നുണ്ട്. അത് ഇതുവഴിയാണ് പോകുന്നത്. ഈ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അവിടെ നിന്ന് വരികയാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, ചൂടും ഉണ്ട്. ടെമ്പറേച്ചർ ഏകദേശം 15 ഡിഗ്രി ഉണ്ട്. അത്യാവശ്യം ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ഡേ ആണെന്ന് പറയാം. നമ്മളിവിടെ ആപ്പിളിൻ്റെ സ്റ്റോറാണ് നോക്കുന്നത്. ഇതുവരെ കണ്ടില്ല. DJയുടെ ഷോറൂം കണ്ട്. ആപ്പിളിൻ്റെ സ്റ്റോർ എവിടെയാണെന്നാണ് നോക്കുന്നത്. ഇവിടെ അടുത്തെവിടെയാണ് മാപ്പിൽ നോക്കിയപ്പം അടുത്ത കാണിച്ചു, പക്ഷെ കാണുന്നില്ല.
കുറച്ചുകൂടെ മുന്നോട്ട് വിടാൻ നോക്കി. ഇനി ആ സൈഡാണോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും പോയി നോക്കാം മുന്നോട്ട്. ഇപ്പം നടക്കാൻ വൈകിയത് ഇതുപോലത്തെ ഇലക്ട്രിക് ബൈക്സുകൾ കിട്ടി. ഈ ബൈക്സ്, ഈ സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് മൊബൈലിൽ ടാപ്പ് ചെയ്ത് ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് റിലീസ് ചെയ്തെടുക്കാം. ഇത് ഇലക്ട്രിക്കാണ്. അതുപോലെ തന്നെ സൈക്കിളും ഉണ്ട് അവിടെ. ഒന്നെങ്കിൽ ഇതെടുക്കാം. സൈക്കിളും സെമി ഇലക്ട്രിക്കാണ്. ജസ്റ്റ് ഒന്ന് പെഡൽ സപ്പോർട്ട് മാത്രം മതി. ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ്. ഇവിടെ പാറ്റക് ഫിലിപ്പിയുടെ ഷോറൂം ഉണ്ടായിരുന്നത്. ഇതാണ് പാറ്റക് ഫിലിപ്പിയുടെ ഷോറൂം. ഇവിടെ വാച്ചസ് ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഒരു 1 CR ഒക്കെ മിനിമം വില വരും. പിന്നെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത എങ്ങനെ പോയാലും ഒരു 3-4 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് വാച്ച് കിട്ടുന്നത്. സോ ഇതാണ് ഷോപ്പ് പാറ്റക് ഫിലിപ്പി. ഇതാണ് ഇവിടെ ബർമിംഗത്തിലുള്ള ആപ്പിളിൻ്റെ സ്റ്റോറ്. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് കയറി ഡിവൈസസ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. ഇതാണ് ആപ്പിളിൻ്റെ സ്റ്റോറ്. ഇനി നമ്മളിവിടെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് നോക്കാൻ പോവുകയാണ്. ലിമിറ്റ്ലെസ്, LIMITLESS സ്പേസ് MALLU. ഓക്കെ ഷുവർ, താങ്ക് യു. പുതിയ സബ്സ്ക്രൈബർ ബ്രോ. അല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പുള്ളി യൂട്യൂബർ ആണോ ചോദിച്ചു. ഈ ക്യാമറ എങ്കിൽ മേടിച്ച് എത്ര കോസ്റ്റായി? പോയിട്ട് വന്നേ. ഞാൻ ആ കടയെ പറഞ്ഞു. ഇവിടെ DJയുടെ ഷോറൂമുണ്ട്. ഈ കാണുന്നതാണ് DJയുടെ ഷോറൂം. നമുക്കിവിടെ എന്തൊക്കെ പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് നോക്കാം വേണമെങ്കിൽ. ഇവിടെ ഷോറൂമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രോൺസ് ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ചെറിയ ഡ്രോണാണ്. DJ Neo Worry Free Bundle 336. ഗൈസ്, ഇത് DJയുടെ ഓസ്മോ മൊബൈൽ 7 പുതിയ സംഭവമാണ്. ഇത് ആക്ഷൻ ക്യാമറയാണ്, DJ Action 5 Pro. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഡ്രോൺസ് ഉണ്ട്. DJ Neo ഡ്രോൺസ്, പിന്നെ DJ ഫ്ലിപ്പ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഒത്തിരി ഡ്രോൺ കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ DJയിൽ. ഇതാണ് ആ ജിംബൽ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ഓസ്മോ 3 ആണെന്ന് തോന്നുന്നിരിക്കുന്നത്. പിന്നെ ഇത് മൈക്കാണ്, മാക് മിനി, DJ മൈക്ക് മിനി. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് മൈക്ക് മിനിയാണ്. അതുപോലെ തന്നെ വേറെയും കുറേ ആക്സസറീസ് ഉണ്ട് ഇവിടെ DJയുടെ. നിഖിൽ ബ്രോ എന്താണ് നോക്കുന്നത്? ഈ DJ ഫ്ലിപ്പ് കിഡിലൻ ഡ്രോണാണ് ഗൈസ്. ഈ ഒരു ഡ്രോൺ, ദിസ് ഈസ് സോ നൈസ്. ഇപ്പോൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ഹാസൽബ്ലാഡിൻ്റെ കുറേ ക്യാമറാസും ലെൻസസും ഇവിടെ കാണാം. ഹാസൽബ്ലാഡിൻ്റെ ഇത് മിനി 3 ഡ്രോണാണ്, ചെറിയ ഡ്രോണാണ്. ഇത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്താണ് നമ്മൾ അതിൽ സ്ക്രീനിൽ കാണുന്നത്. വിത്ത് ഡിസ്പ്ലേ വരുന്നതാണ് ഈ ഫ്ലിപ്പ് എന്നൊക്കെ പറയുന്നത്. ദിസ് വൺ കംസ് വിത്ത് എ ഡിസ്പ്ലേ. ഇത് ക്യാമറയുടെ ജിംബിൾസ് ആണ് ഗൈസ്. ക്യാമറയുടെ പല ടൈപ്പ് ജിംബിൾസ് ഉണ്ട്. നമ്മൾ DJയുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. അത് ഇവിടെ ഒരു പപ്പറ്റ് ഷോ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? കുറേ പപ്പറ്റ്സ് വെച്ചിട്ടുമുണ്ട് ഈ ഒരു സൈഡിൽ.
ഇനി നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ് ഗൈസ്. ഒരു പേസ്ട്രി ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ഷോപ്പ്. ഇവിടെ ഇഷ്ടംപോലെ പേസ്ട്രി ഐറ്റംസ് ഉണ്ട്. ഗൈസ്, ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആണെന്ന് തന്നെ പറയാം. നമ്മളിപ്പം ഇവിടെ ബുൾറിംഗ് എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചർച്ച് കാണാം സ്ട്രൈറ്റ്. നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അതാണ് ആ ചർച്ച്. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ആ ഒരു വ്യൂ കാണാൻ. നമ്മൾ നോക്കുന്ന ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്, മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്നത്. അത് ഇവിടെ അടുത്ത് എവിടെയാണ്. മാപ്പ് ഇട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോവുക. അപ്പോഴാണ് ഈ ഒരു ചർച്ചിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടത്. ഇവിടെ രണ്ട് സൈഡിലും കോഫിയും റെസ്റ്റോറൻറ്റ്സ് എല്ലാം ആണ്. ഫൈവ് ഗൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്സ്, സ്റ്റാർബക്സ്, അങ്ങനെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു ഏരിയയാണ്. മേ ബി ഇതിൻ്റെ ഇടയിൽ എവിടെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു വാട്ടറിൻ്റെ ഒരു ഏരിയ കാണുന്നുണ്ട്, ലേക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. നിങ്ങൾക്ക് ആ ചർച്ചിൻ്റെ അവിടെ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആക്കിയിട്ട് കാണിച്ചു തരാം. നിഖിലിനെ കാണാനില്ല. നിഖിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അവൻ ഇപ്പം കാണാനില്ല, അവൻ മിസ്സിങ് ആണ്. അവനെ കണ്ടുപിടിക്കണേ. അവൻ നമ്മളന്വേഷിച്ച് വേറെ എവിടെയോ പോയെന്നാണ് തോന്നുന്നത്. ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല അവനെ. മേ ബി അവൻ താഴോട്ട് പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ആ ചർച്ചിൻ്റെ ഏരിയ കാണിച്ചു തരാം. ഇതുവഴിയാണ് താഴെ ചർച്ചിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് ചർച്ച്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, വിയറ്റ്നാമീസ് സ്ട്രീറ്റ് കിച്ചൺ എന്ന് പറയുന്നത്. നിഖിൽ ഇതോ താഴെ നിൽക്കുന്നു ഗൈസ്, നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതാണ് നിഖിൽ. നമ്മൾ അന്വേഷിച്ച് താഴെ പോയതാണ്. റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഇവിടെ ടോപ്പിലായിരുന്നു. കുഴപ്പമില്ല, കയറി വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ചാവ് പ്രായ. ഞാൻ തായ്ലാൻഡിൽ പോയപ്പം അവിടുത്തെ ആ ഒരു ക്രൂയിസിൽ കയറിയത്, അതിൻ്റെ സെയിം നെയ്മാണ്, ചാവ് പ്രായ, ആ ലേക്ക്. സോ നമ്മൾ കഴിക്കാൻ പോകുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്ന ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇതെല്ലാ റെസ്റ്റോറൻറ്റാണ് മൗണ്ട് ഫ്യൂജി. ഗൈസ്, ഞാൻ ഇവിടുന്ന് ജാപ്പനീസിൻ്റെ ഒരു ഫുഡാണ് മേടിച്ചത്. കാട്സോ കറി ചിക്കൻ, റൈസ്, പിന്നെ ഒരു കറി, ചിക്കൻ കറി, പിന്നെ ചിക്കൻ പീസസ്, പിന്നെ സാലഡ്. ഇത്രയാണ് സംഭവങ്ങളുള്ളത്. കാട്സോ കറി ചിക്കൻ നല്ല ടേസ്റ്റാണ്. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ ഇവിടെ ബുൾറിംഗ് എന്ന് പറയുന്ന ഒരു മോളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഷോപ്പിങ്ങിനുള്ള പ്ലാനാണ്. ഫുഡ് കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. ജാപ്പനീസ് ഫുഡാണ് കഴിച്ചത്. കട്സു കറി ചിക്കൻ എന്ന് പറയുന്ന ഒരു ഫുഡായിരുന്നു. കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമ്മളിനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് ഷോപ്പുകളിലോട്ട് പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഇവിടെ ഡൈസൺ ബ്രാൻഡിൻ്റെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഹെയർ ഡ്രയേഴ്സ്, അത് ഹെയർ സ്ട്രൈറ്റ്നേഴ്സ്, ഇത് എയർ പ്യൂരിഫയർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, മൈക്കിൾ കോഴ്സ്, കെയ്റ്റ് സ്പേഡ്, ഡോക്ടർ മാർട്ടിൻസ്. ആ സൈഡിൽ കാണുന്ന എല്ലാ ഫുഡ് കോർട്ടാണ്. ഇതെല്ലാം നല്ല പ്രീമിയം ബ്രാൻഡ്സാണ്. നമ്മൾ മോളിൻ്റെ അടുത്തൊരു സെക്ഷനിലോട്ട് വന്നത്. ഇവിടെ കുറച്ച് ഫുഡ് ഷോപ്പുകൾ കാണാം. അതുപോലെ തന്നെ ലീഗോയുടെ ഒരു ഷോറൂമുണ്ട്, ലീഗോ ലാൻഡ്. ഇത് ലെഗോ സ്റ്റോറാണ്. ഒത്തിരി ലെഗോസ് ഉണ്ട്, പല വെറൈറ്റി. ലെഗോ കാറാണ്, 86 പീസസ്. ഒരുപാട് ലെഗോസ് ഉണ്ട്.
സ്കെൽട്ടൺ, ജുറാസിക്കിൻ്റെ സ്കെൽട്ടൺ 290. £25. സ്ഥലം തന്നെയാണ്. ലെഗോയുടെ അതാ കുഞ്ഞു കാർസും അങ്ങനെയുള്ള സംഭവങ്ങളും. JCBയുടെ ലെഗോ 22. ചീപ്പാണെന്ന് പറയാം, നല്ല എക്സ്പെൻസീവ് ഒന്നും അല്ല, ചീപ്പാണ്. ഇവിടെ ഒരു Formula 1 ലെഗോ ഇരിക്കുന്നുണ്ട്, ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് തന്നെ Formula 1 വേറെ ഉണ്ട് ലെഗോ. എല്ലാ ലെഗോസാണ്, എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെയും. അതായത് നമ്മൾ കാണുന്ന മൂവീസിൻ്റെ ആണെങ്കിലും കാർട്ടൂൺസിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ലെഗോസ് ഇതിലുണ്ട്. ഇതുണ്ട് ബാറ്റ്മാൻ്റെ കാറൊക്കെ ലെഗോസ്, മാർവലിൻ്റെത്. ഇത് സ്റ്റാർ വാഴ്സിൻ്റെ ലെഗോ ആണ്. ഇതാണ് എല്ലാ സ്റ്റാർ വാഴ്സിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പീസസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിലിതാ ഓരോരോ കുഞ്ഞു പോലെ എടുക്കണമല്ലോ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പീസസ് ഇതിൽ നിന്ന് എടുത്ത് ആവശ്യമുള്ളത്, അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പീസ് മിസ്സായി നമുക്ക് ഇവിടെ വന്ന് എടുക്കാം. പീസും ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും എല്ലാം നമുക്ക് ഇവിടെ വന്ന് എടുക്കാം. ഇത് നമുക്ക് ഇപ്പുറത്ത് വന്നിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, ഓരോരോ കസ്റ്റം ക്യാരക്ടറായിട്ട്. അപ്പോൾ ബിൽഡ് ചെയ്താ എനിക്കിലൊരെണ്ണം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ 2 ഹെഡോ എലി. ബ്രോ ക്യാരക്ടേഴ്സിൻ്റെ സാമ്പിൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഷിപ്പ് ലെഗോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, സൂപ്പറായിട്ടുണ്ട്. 289 pounds ആണ്, ഏകദേശം 2800-3000 രൂപയാണ് ഇന്ത്യൻ കറൻസി വരുന്നത്. ഇതിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം സാറയുടെ ഹോം ഡെക്കർ എന്ന് പറയുന്ന ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ സാറയുടെ ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ്. ഫ്ലവർ വേസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇതൊക്കെ ബെഡ്ഷീറ്റും ഡുവറ്റിൻ്റെ കവേഴ്സും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്.
ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ മിനിസോ പോലത്തെ ഒരു ഷോപ്പിലാണ്. കെൻജി, KENJ, അതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇവിടെ മിനിസോ പോലത്തെ കുറേ ഇങ്ങനത്തെ ടോയ്സും കിച്ചൻസും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. സോഫ്റ്റ് ഐസൊക്കെ കൂടുതലുള്ളത്. മിനിസോയിൽ കിട്ടുന്ന ഏകദേശം അതുപോലത്തെ സംഭവങ്ങൾ തന്നെ ഇവിടെ എല്ലാം ഉള്ളത്. ഇതെല്ലാം ബാഗിലൊക്കെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പ് സാധനങ്ങളാണ്. കുറേ ടൈപ്പ് പെന്നും സംഭവങ്ങളെല്ലാം ഉണ്ട്. സീ ദ പെൻ ബ്രോ. ഡക്ക്. കീ ചെയിൻ എടുത്തോ? കൊള്ളാം, നൈസ്. ഈ കാണുന്ന കീ ചെയിൻസും മാഗ്നറ്റ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇവിടെയും കുറേ കീ ചെയിൻസ് ഉണ്ട്. ഇതൊരു കീ ചെയിനാണ്. ഇതും കൊള്ളാം സംഭവം, നല്ല രസമുണ്ട്. ഇതെല്ലാം ID കാർഡ്സ് പോലത്തെ സംഭവങ്ങളാണ്. ഇത് സെറാമിക് മഗ്ഗുകൾ ഉണ്ടോ? പല ടൈപ്പ് മഗ്ഗുകളുണ്ട്. യൂണിക്കോണിൻ്റെ മഗ്ഗ്, അങ്ങനെ കുറേ സംഭവം. വാട്ടർ ബോട്ടിൽസ്. ഇത് നൈറ്റ് ഗ്ലോ ചെയ്യുന്ന സാധനം. നമുക്ക് വാളിൽ മൗണ്ട് ചെയ്ത് നൈറ്റ് ഇത് ഗ്ലോ ചെയ്യും. അതുപോലെ തന്നെ ഡ്രിങ്ക്സും ജ്യൂസൊക്കെ കിട്ടുന്ന സെക്ഷന് ഒത്തിരി ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സ്നാക്സ് ഉണ്ട്. ഈ രണ്ട് സെക്ഷനും ഈ സെക്ഷനും നൂഡിൽസാണ്. ജാപ്പനീസ് നൂഡിൽസ്. ഇതൊരു ജാപ്പനീസ് സ്റ്റോറാണ്. കെൻജി. ഈ കിച്ചനുണ്ട്. ഡക്ക് വെച്ച് കോഴിയുടെ ഇത് മറ്റേ ലൈറ്റാണെന്ന് തോന്നുന്ന സംഭവം. ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് എത്തും. കാറിലിടുന്ന എയർ റിഫ്രഷ്നറാണ്. സിംസൺ കാറ്റിൻ്റെ ഒരു ഇമേജ് ഉള്ളത്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ ഇവിടെ ഒരു ചൈനീസ് സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ ചൈനീസ് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളാണ്. നല്ല രസമുണ്ട് ഈ ഒരു ചൈനീസ് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഷുഗർ എന്ന് പറയുന്നൊരു കട. ചൈനീസ് ഫുഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാം. പ്യുവർ ചൈനീസ് ഫുഡ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. ഇതൊക്കെ കണ്ടോ, ചിക്കൻ വിത്ത് സൂപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. നിഖിൽ ബ്രോ, do you want something Chinese? Let's go inside. ഇത് ഇവിടുത്തെ ഒരു ബേക്കറിയാണ്. ഫുൾ ക്രീമും ഷുഗർ ഐറ്റം, ഷുഗറിൽ ഡിപ്പ് ചെയ്തിരിക്കും. അതുപോലത്തെ ചൈനീസ് കേക്കുകളൊക്കെ ആണ്. ചൈനീസ് കേക്ക്. ഇതൊക്കെ എന്തോ ഐറ്റംസ് ആണെന്ന് പറയുന്നത്. ഇത് കുക്കീസ് ആണെന്ന് തോന്നുന്നു. ഇതും ചൈനീസ് ബേക്ക്ഡ് എന്തോ കേക്കാണ്.
വാക്കി ചൈനീസ് ബേക്കറി. എന്തോ ഫില്ലിങ്സ് ഉണ്ട്, കാരണം സാധനം കുറച്ച് വെയിറ്റ് ഉണ്ട്. വാക്കി ചൈനീസ് ബേക്കറി. എന്താ അവിടെ നിന്നൊരു കേക്ക് മേടിച്ചു. കേക്കല്ല, സ്വിസ് റോള്. ചൈനീസുകളുടെ ഏറ്റവും കൂടുതൽ സംഭവം അവരുടെ ബേക്കറി ഐറ്റംസാണ്. ബേക്കറി ഐറ്റംസ് ഒരു രക്ഷയില്ലാത്തൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. ബന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, ബന്നും കേക്കെല്ലാം ഭയങ്കര സോഫ്റ്റാണ്. സോ അതുകൊണ്ട് ചൈനീസ് ഷോപ്പിൽ എപ്പോൾ വന്നാലും ബന്നോ കേക്ക് മേടിച്ച് കഴിച്ചു നോക്കണം നിങ്ങൾ. ബ്രോ ഇതെന്താണ്? മാംഗോ മ്യൂസാണോ? ഓക്കെ, നിഖിൽ മാംഗോ മ്യൂസാണ് മേടിച്ചത്. ഞാൻ മേടിച്ച സംഭവം കാണിച്ചത്. ഇതാണ് ഞാൻ മേടിച്ച ആ ഒരു സ്വിസ് റോള്. നല്ല സോഫ്റ്റാണ് അവരുടെ കേക്ക്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര സോഫ്റ്റാണ് അവരുടെ ഈ കേക്ക്. ക്രീം എന്നൊക്കെ പറഞ്ഞാൽ ക്രീം ഒരു ഐസ്ക്രീം ഫ്ലേവർ പോലെ തോന്നും. കിട്ടുന്ന സാധനമാണ്. ഈ ഒരു ഏരിയ ഫുൾ ചൈനീസ് സംഭവങ്ങളാണ്. ചൈനീസ് സംഭവങ്ങൾ മോശമൊന്നുമില്ല, ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കൊള്ളാം, പല വെറൈറ്റി ഫുഡുകൾ ഇവിടെ കിട്ടും. നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ കാണാൻ. ഈ ഒരു ഏരിയയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ ആ ഫ്രണ്ടിൽ അവർ ഫ്ലവേഴ്സ് വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കണുണ്ടോ, എന്ത് ഭംഗിയാണോ നോക്കിയാണ്. ഈ ഒരു ഏരിയയൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ട്രെയിൻ ഒരു 7:06 വരും. ഇതൊരു ട്രെയിനാണ് 7:03 പോകുന്നത്. നമ്മളിതിൽ കയറിയില്ല, അടുത്ത ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. സോ ഈ ഒരു വ്ളോഗ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുട്ട വീഡിയോ തുടങ്ങണം. അതിലേക്കും സീ യു, ബൈ.